ഹായ്. ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ. 2 ദിവസം അല്പം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീറ്റിന്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്തിടാൻ പറ്റാത്തത്. നമുക്കതൊക്കെ പരിഹരിക്കാം. നമുക്ക് ഒരു ദിവസം തന്നെ 1-2 വീഡിയോസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് നമുക്ക് ആ ലാഗ് അങ്ങ് പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആരും പരിഭവം എന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് ഫിസിക്സിലെ വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിന്റെ ആദ്യം അതിന്റെ തിയറി പോർഷൻസ് എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നോക്കാം. എന്നിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? നമുക്ക് പൊളിക്കാം. ഓക്കെ. സോ വർക്ക് എനർജി പവർ, അപ്പൊ 3 ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം വർക്ക്. എല്ലാവർക്കും അറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. സോ വർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ നമ്മൾ എഴുതാറുണ്ട് W is equal to F dot S. സോ സ്വാഭാവികം A dot B നമുക്ക് എങ്ങനെ എഴുതാം? AB cos theta. അപ്പൊ ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? F S cos theta. ഓക്കെ. അപ്പോ വർക്ക് ഡൺ കാണുന്ന ജനറൽ ഫോർമുലയാണ് FS cos theta എന്ന് പറയുന്നത്. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിന്റെ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ ആയിട്ട് കണക്കാക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ലോഡ് ഒരാളിങ്ങനെ ലോഡ് എടുത്ത് ഒരു സാധനം കാരിയർ പോലെ ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അറിയായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ 0 വർക്ക് ഡണ്ണിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രിക്ഷൻലെസ് സർഫസിൽ ഒരാൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വർക്ക് ഡൺ 0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കേസുകൾ ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തിലേക്ക് പോകാം. ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത്, ഈ ഫോർമുല നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ഫോഴ്സ് അഥവാ നോൺ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലാണ്. അതായത് നമ്മളിപ്പോ പറയണം ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, സോ ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വൺ. പക്ഷെ ചിലപ്പോ നമ്മൾ പറയും അത് വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ അത്തരത്തിലൊരു ഫോഴ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല W is equal to integral F dot ds. ഓക്കെ, അവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇന്റഗ്രേഷൻ എന്ന് കണ്ടത് ഇനി പേടിക്കില്ലല്ലോ, കാരണം മാത്സിൽ കുറെ ഇന്റഗ്രേഷൻ ചെയ്തതല്ലേ നിങ്ങൾ. സോ ഇന്റഗ്രൽ F dot ds. അപ്പൊ ചിലപ്പോൾ ലിമിറ്റ്സ് പറയാറുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കില്ല. ലിമിറ്റ് കൊടുക്കാനാണോ നമുക്ക് അറിയാത്തത്. സോ ലിമിറ്റ്സ് കൊടുത്ത് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്യും. ഇനി ചിലപ്പോൾ ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് കിട്ടുക. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നിങ്ങൾക്ക് അവിടെ വർക്ക് ഡൺ കാണാൻ വെച്ചാൽ നിങ്ങൾ ഏരിയ കണ്ടുപിടിച്ചെടുത്താൽ മതി. സോ ദിസ് വിൽ ബി ദി ഏരിയ. അതേ സമയത്ത് ഒരു വേരിയബിൾ ഫോഴ്സിന്റെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ മാറും. അപ്പോഴും നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ വർക്ക് ഡൺ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലും ശരി, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിലും ശരി, അവിടെ വർക്ക് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഡൺ കിട്ടും. ഇപ്പൊ പഠിച്ചല്ലോ, നല്ലൊരു പോയിന്റ് ആണത്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ വിൽ ഗീവ് വർക്ക് ഡൺ. ഓക്കെ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ ഏരിയ എന്ത് തരും? നമുക്ക് വർക്ക് ഡൺ തരും. അത് ചെയ്യുന്ന ഫോർമുല വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഇന്റഗ്രൽ F dot ds എന്നാണ്. ds എന്നോ dx എന്നോ ഒക്കെ എടുക്കാം നമുക്ക്, അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ അതാണ് വർക്ക് ഡണ്ണിനെ കുറിച്ച് ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. വർക്കിന്റെ യൂണിറ്റ് അറിയാനല്ലേ എല്ലാവർക്കും? ജൂൾ ആണ്. ഓക്കെ, ജൂൾ എനർജിയുടെ അതേ യൂണിറ്റ് ആണ്. അപ്പൊ ഒരു പുതിയ സാധനം കയറിയിരുന്നു, വർക്ക് എനർജി തിയറം. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരാള് രാവിലെ ഒരു ജോലിക്ക് വന്നപ്പോ അയാൾക്ക് 50 ജൂൾ എനർജി ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ ആണ്. 50 ജൂൾ എനർജി അയാൾക്കുണ്ടായിരുന്നു. അയാൾ ജോലി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പൊ അയാൾ അവിടെ പോയി ഓട്ടോ ചാട്ടോ അല്ലെങ്കിൽ അയാൾ ആക്ടിവിറ്റി ആയിരിക്കുമല്ലോ ചെയ്യുക. അവിടെ ചെന്ന് ഇങ്ങനെ കുറ്റിയടിച്ചിരുന്ന ജോലി ആവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ ആക്ടിവിറ്റി ചെയ്യും. സോ ആക്ടിവിറ്റി ചെയ്ത് അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ അയാളുടെ എനർജി ഒന്ന് അളന്ന് നോക്കിയപ്പോ അയാൾക്ക് 20 ജൂൾ എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആദ്യം രാവിലെ വന്നപ്പോ 50 ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയേ ഉള്ളൂ? 20 ജൂളേ അയാൾക്കുള്ളൂ. അപ്പൊ ബാക്കി 30 ജൂൾ എവിടെ പോയി? അത് വർക്ക് ചെയ്തു പോയി. സോ ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? വർക്ക് ഡണിന് ഈക്വൽ ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, ഇതിനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. സോ നമ്മൾ സിംബോളിക് ആയിട്ട് എഴുതുമ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ ഇതിനെയാണ് എന്താ വിളിക്കുന്നത്? വർക്ക് എനർജി തിയറം. സോ നമ്മളൊരു പുതിയ ടേമിലേക്ക് കയറി, എനർജി. So what is energy? Energy is the capacity to do work. അല്ലെ, ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് വിളിക്കുന്നത് എനർജി എന്ന് വിളിക്കും. അപ്പൊ എല്ലാവരും എനർജിക്ക് ആയിട്ടല്ലേ ഇരിക്കുന്നത്. സോ നോക്കിക്കോളൂ, എനർജി 2 ടൈപ്പ് എനർജി ഉണ്ട്. ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ഒരാൾ പൊട്ടനായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ എനർജിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരാൾ ഒരിടത്ത് ഇരിക്കുമ്പോൾ അയാളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ അയാളുടെ പൊസിഷൻ കൊണ്ട് അയാൾക്ക് കൈവരിക്കുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വളരെ ഹൈറ്റിലേക്ക് ഒരാൾ കയറി കഴിഞ്ഞാൽ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനർജിയെ പറയുന്ന പേരാണ് കൈനറ്റിക് എനർജി. സോ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, പൊട്ടൻഷ്യൽ എനർജിയാണ് എപ്പോഴും എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. വാട്ട് ഈസ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി.
പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടോട്ടൽ എനർജി. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് തന്നെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞ കൺസർവേഷൻ തിയറം പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ബോൾ നമ്മൾ 3 പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് A B C എല്ലായിടത്തും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് നമ്മൾ തിയറിയിൽ പഠിക്കുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ ഇപ്പൊ പ്രൂഫ് ഒന്നും വേണ്ട, എന്നാലും അത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. അപ്പൊ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സമ്മേഷൻ ആണ്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. ക്ലിയർ ആണോ ഇത്രയും? ഇനി നമുക്ക് ബേസിക് ഫോർമുലാസ് നിങ്ങൾക്ക് അറിയാലോ. പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഫോർമുല എന്താ? പൊട്ടൻഷ്യൽ എനർജി കാണുന്ന ഫോർമുല mgh, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. Then what is kinetic energy? Kinetic energy is equal to half mv square. half mv square. ഇവിടെ ഞാൻ ഒരു ഫോർമുല കൂടി പറഞ്ഞിട്ടെ. കൈനറ്റിക് എനർജി കാണാനായിട്ട് ഒരു ഫോർമുല കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് p square by 2m. ഓക്കെ, p square by 2m. എന്തായി ഈ p square? ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊമെന്റം. ഓക്കെ, ലീനിയർ മൊമെന്റത്തിന്റെ ടേംസിൽ നമുക്ക് കൈനറ്റിക് എനർജി എഴുതാൻ സാധിക്കും. എങ്കിൽ ഫോർമുല ഇങ്ങനെ വരും, p square by 2m. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായല്ലോ എല്ലാവർക്കും? സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് കൈനറ്റിക് എനർജി. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ടേം ഏതാ? മൂന്നാമത്തെ ടേം പവർ. സോ വാട്ട് ഈസ് പവർ? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഇപ്പൊ ഒരാള് ഒരു ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു, വേറൊരാള് ഒറ്റ ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർത്തു. ആർക്കാ പവർ കൂടുതൽ? ഒരു ദിവസം കൊണ്ട് ചെയ്ത ആൾക്കല്ലേ. എന്തായിരുന്നു വ്യത്യാസം? രണ്ടുപേരും ഒരേ വർക്കാ ചെയ്തത്, പക്ഷെ ഒരാളെടുത്ത ടൈമിന്റെ വ്യത്യാസമാണ്. സോ ടൈം കുറയുന്നതനുസരിച്ച് നമ്മൾ എന്താ പറയും? പവർ കൂടുതൽ എന്ന് പറയും. അപ്പോ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതായത് വർക്ക് ബൈ ടൈം, അതിനെ പറയുന്ന പേരാണ് പവർ. വർക്ക് ബൈ ടൈം ആണ് പവർ. സോ പവർ കാണുന്ന ഫോർമുല വർക്ക് ബൈ ടൈം. അതല്ലാതെ മറ്റൊരു ഫോർമുല കൂടിയുണ്ട് പവർ കാണാനായിട്ട്, ഫോഴ്സ് into velocity, that is F dot V or FV cos theta എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? പവർ കണ്ടുപിടിക്കാം. സോ പവർ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഫോർമുലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് സ്പ്രിംഗ്. അപ്പൊ സ്പ്രിംഗിന്റെ എനർജിയുടെ ഗ്രാഫ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയായിട്ടിരിക്കും, ബെൽ ഷേപ്പിലൊക്കെ വരുന്നത്. ഓക്കെ, അവിടെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു ഹാഫ് kx സ്ക്വയർ. മറക്കരുത്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഹാഫ് kx സ്ക്വയർ. എന്താ? k സ്പ്രിംഗ് കോൺസ്റ്റന്റ്, x എന്താണ്? സ്പ്രിംഗിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതാണ് x എന്ന് പറയുന്നത്. So this formula is used to find half kx square ആണ് നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് സ്പ്രിംഗിന്റെ കേസ് വരുമ്പോൾ ഈ ചാപ്റ്ററിൽ വേറൊരു കേസ് കൂടി ഉണ്ട് നമുക്ക് പഠിക്കാൻ. എന്താ അത്? കൊളിഷൻ. ആരും മറന്നിട്ടില്ലല്ലോ കൊളിഷൻ എന്ന് പറയുന്നത്. എത്ര ടൈപ്പ് കൊളിഷൻസ് ഉണ്ട്? 2 ടൈപ്പ് കൊളിഷൻസ്. ഏതൊക്കെ? ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷനും. എന്തായിരുന്നു ഇലാസ്റ്റിക് കൊളിഷൻ? ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേംസ് അവിടെ കൺസേർവ്ഡ് ആയിരിക്കും. ഏതൊക്കെയായിരുന്നു ആ 2 ടേംസ്? ഒന്ന് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, 2 മൊമെന്റവും കൺസേർവ്ഡ്. അപ്പൊ രണ്ടും കൺസേർവ്ഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കൊളിഷൻ. അതേസമയം ഇൻഇലാസ്റ്റിക് കൊളിഷൻ. എന്താ ഇൻഇലാസ്റ്റിക് കൊളിഷൻ? അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ നമ്മളിവിടെ നിൽക്കുന്നു, അപ്പൊ റോഡിൽ ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് നടന്നു. ഓക്കെ, നടക്കാതിരിക്കട്ടെ. സോ നടന്നു എന്ന് വിചാരിച്ചു. അത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് അത് കേൾക്കാൻ പറ്റും. റോഡ് സൈഡാണ് നമ്മുടെ വീടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് കേൾക്കാൻ പറ്റും. അപ്പൊ ആ കേട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആ 2 വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോ ആ സൗണ്ട് എനർജി അവിടെ നിന്ന് പുറത്തേക്ക് വന്നു, അല്ലെ? അപ്പൊ സൗണ്ട് എനർജി അവിടെ നിന്നില്ല, സൗണ്ട് എനർജി ആ സിസ്റ്റം വിട്ട് വെളിയിലേക്ക് വന്നു. അപ്പൊ സൗണ്ട് എനർജി അവിടെ അവർക്കിടയിൽ കൺസേർവ്ഡ് ആയിട്ട് നിന്നിട്ടില്ല. അവർ തമ്മിൽ പരസ്പരം ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഇടിയുടെ ആഘാതം, അതായത് അവർ ആ 2 വണ്ടികൾ ഇടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിക്കുണ്ടാവും, വീട്ടിലിരിക്കുന്ന നമുക്ക് പരിക്കുണ്ടാവും? ഇല്ല. കാര്യം എന്താ? ആ മൊമെന്റം അവർക്കിടയിൽ തന്നെ നിന്നു. മനസ്സിലായോ? പോലെ മൊമെന്റം അവർക്കിടയിൽ തന്നെ നിന്നു, പക്ഷെ എനർജി ആ സിസ്റ്റം വിട്ട് പുറത്തു വന്നു. സോ ഇത്തരത്തിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്, പക്ഷെ എനർജി കൺസേർവ്ഡ് അല്ല എങ്കിൽ അത്തരത്തിലുള്ള കൊളിഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ 2 ടൈപ്പ് കൊളിഷൻസ് ആ വരുന്നത്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ, ഒന്ന് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ഫോർമുല, വെലോസിറ്റി കാണുന്ന ഫോർമുലയൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഡെറിവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ആ ഫോർമുല മാത്രം ഒന്ന് നോക്കി വെച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? എന്നാൽ നമ്മൾ പഠിക്കാത്തൊരു കാര്യം കൂടി ഈ വർക്ക് എനർജി തിയറത്തിനകത്ത് നമുക്കൊന്ന് പഠിച്ചു വെക്കാം പുതിയതായിട്ട്. അത് വേറെ ഒന്നുമല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺസ് ലോ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ന്യൂട്ടൺസ് ലോ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് 2 പാർട്ടിക്കിൾസ് നേരെ വന്ന് കൊളൈഡ് ചെയ്യണം. അപ്പൊ അതിന് അവരൊരു സ്പീഡിലായിരിക്കില്ല, അവർ രണ്ടുപേരും ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് വന്നതെന്ന് വിചാരിക്കും. സോ സ്വാഭാവികമായിട്ട് രണ്ടുപേരും വരുന്ന വെലോസിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്രോച്ച് സ്പീഡ്. ഓക്കെ, അപ്രോച്ച് സ്പീഡ്. ഈ അപ്രോച്ച് സ്പീഡിൽ വന്ന് അവരിങ്ങനെ ഹെഡ് ഓൺ കൊളൈഡ് ചെയ്യണം, നേരെ വന്ന് കൊളൈഡ് ചെയ്യണം. അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഉള്ള സ്പീഡിനെ വിളിക്കുന്ന പേരാണ് സെപ്പറേഷൻ സ്പീഡ്. അപ്പൊ അപ്രോച്ച് സ്പീഡും സെപ്പറേഷൻ സ്പീഡും ഇവ തമ്മിലുള്ള റേഷ്യോ, അതായത് സെപ്പറേഷൻ സ്പീഡ് ബൈ
അപ്രോച്ച് സ്പീഡ്. ഓക്കെ, സെപ്പറേഷൻ സ്പീഡ് ബൈ അപ്രോച്ച് സ്പീഡ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിരിക്കും, ഒരു കോയിഫിഷ്യന്റ് ആയിരിക്കും. ആ കോയിഫിഷ്യന്റ് അറിയപ്പെടുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ സെപ്പറേഷൻ സ്പീഡ് ബൈ അപ്രോച്ച് സ്പീഡ് എന്ന് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. എപ്പോഴും ഓർത്തിരിക്കുക, അതിന് സിമ്പൽ ഇ എന്നാണ്. ഇയുടെ വാല്യൂ എപ്പോഴും സീറോയേക്കാൾ കൂടുതലും ഒന്നിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയോ ആയിരിക്കും. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 0 മുതൽ 1 വരെ ആകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്ത് കഴിഞ്ഞാൽ വർക്ക് എനർജി തിയറത്തിനകത്തുള്ള തിയറി പോർഷൻസ് എല്ലാം തന്നെ കഴിയും. അപ്പൊ നമുക്ക് ഇനി എന്ത് ഡിസ്കസ് ചെയ്യാം? പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. എന്തൊക്കെയാണ് പ്രീവിയസ്ലി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A moving block having mass m collides with another stationary block having mass 4m. The lighter block comes to rest after collision. When the initial velocity of the lighter block is v, then the value of coefficient of restitution will be. Okay, coefficient of restitution, Newton's law of restitution നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് coefficient of restitution കാണുന്ന ഫോർമുല. അപ്പൊ ആ സ്പീഡ് ഫോർമുല ഞാൻ ഒന്നുകൂടി എഴുതാം. E is equal to speed of separation by speed of approach. ആണല്ലോ, സ്പീഡ് ഓഫ് സെപ്പറേഷൻ ബൈ സ്പീഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു മാസ് ഉണ്ട്, ആ മാസ് 4m മാസ് ആണ്. അപ്പൊ അയാൾ അവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ അതിന്റെ വെലോസിറ്റി v is equal to 0. അപ്പോഴത്തേക്കും ലൈറ്റർ ബ്ലോക്ക് ഓഫ് മാസ് m ഇതിൽ വന്ന് ഇടിച്ചു. വിത്ത് വെലോസിറ്റി v is equal to v എന്നതിനെ നമുക്ക് എടുക്കാം. ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ലേ പറയുന്നത്, v വെലോസിറ്റിയിൽ വന്ന് ഇടിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇടിക്കുന്നതിന് മുന്നേ ഉള്ള ഇടിച്ചതിന് ശേഷം ഈ 4m കുറച്ച് മൂവ് ചെയ്തു. സോ 4m അതിനുശേഷം മൂവ് ചെയ്തത് വിത്ത് വെലോസിറ്റി v ഡാഷ് എന്ന് എടുക്കാം. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ലൈറ്റർ മാസ് കംസ് ടു റെസ്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ m എന്ന് പറയുന്ന മാസ് അല്ല ഇപ്പുറത്തെ അല്ലെ m എന്ന് പറയുന്ന മാസ് അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇത്രയും കേസസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം E എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ മൊമെന്റം കൺസർവേഷൻ തിയറി അപ്ലൈ ചെയ്താൽ വാട്ട് വിൽ ബി ദ ഇനിഷ്യൽ മൊമെന്റം ബിഫോർ ഓർ ആഫ്റ്റർ ഈക്വൽ ആണല്ലോ. അപ്പൊ മൊമെന്റം ബിഫോർ എങ്ങനെ വരും? ഇതിന് മാസ് ഇൻറ്റു വെലോസിറ്റി, അപ്പൊ mv പ്ലസ് 4m ഇൻറ്റു 0, സോ ദാറ്റ് ഈസ് 0. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ഇടിക്കുന്ന കൊളിഷന് മുന്നേ ഉള്ള മൊമെന്റം mv, ദാറ്റ് വിൽ ബി ഈക്വൽ ടു കൊളിഷന്റെ ആഫ്റ്റർ മൊമെന്റം. കൊളിഷൻ ആഫ്റ്റർ മൊമെന്റ് എന്ന് പറയുമ്പോൾ m ഇൻറ്റു 0, ദാറ്റ് ഈസ് 0. ദെൻ 4m ഇൻറ്റു v ഡാഷ്, അപ്പൊ 4m ഇൻറ്റു v ഡാഷ്. സോ നമുക്ക് ഇതിൽ നിന്നും ആഫ്റ്റർ കൊളിഷൻ ശേഷമുള്ള വെലോസിറ്റി v ഡാഷ് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് 4m താഴേക്ക് വരും. അപ്പൊ mv ബൈ 4m, സ്വാഭാവികമായിട്ട് m ഉം m ഉം ക്യാൻസൽ ആവും. ദ ആൻസർ വിൽ ബി v ബൈ 4 എന്ന് കിട്ടും. അപ്പോ തുടക്കത്തിലുള്ള വെലോസിറ്റി, അതായത് സ്പീഡ് ഓഫ് അപ്രോച്ച് വരുമ്പോൾ ഉള്ള വെലോസിറ്റി v ആയിരുന്നു. സ്പീഡ് ഓഫ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റി v ബൈ 4 ആണ്. ഇനി ഈ കണ്ടുപിടിച്ചൂടെ? സോ ഈ കണ്ടുപിടിക്കുമ്പോൾ e is equal to speed of separation, that is v by 4, divided by speed of approach, that is v. So about v യും v യും cancel ആവും. The answer will be 1 by 4. So 1 by 4 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഫ്രാക്ഷനിലല്ല ഇവിടെ തന്നിരിക്കുന്നത്. But we know that 1 by 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 0.25 ആണ്. So that is the answer, option 2. Easy അല്ലേ? അങ്ങനെയെങ്കിൽ next question. Two identical balls A and B having velocities of 0.5 meter per second and minus 0.3 meter per second respectively collide elastically in one dimension. The velocity of B and A after the collision respectively will be. So ഇത് കൊളിഷനുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അപ്പോൾ ഫിഗർ വരച്ച് പറയാം. അപ്പൊ ഫസ്റ്റ് രണ്ട് ഒബ്ജക്ട്സ് ഇവിടെ ഉള്ളത്, എയും ബിയും. അപ്പൊ ഓരോരുത്തരുടെ വെലോസിറ്റി, അപ്പൊ എ എന്ന് പറയുന്ന ആളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡും ബി എന്ന് പറയുന്ന ആളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് -0.3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾ ഇങ്ങോട്ടുമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരാളുടെ പ്ലസ് ആകുമ്പോൾ ഒരാളുടെ മൈനസ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് കൊളൈഡ് ഇലാസ്റ്റിക്കലി ഇൻ വൺ ഡയമെൻഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെലോസിറ്റീസ് ഓഫ് ബി ആൻഡ് എ ആഫ്റ്റർ കൊളിഷൻ എന്നാണ് ചോദ്യം. നോക്കൂ, രണ്ട് ഒബ്ജക്ട്സ് നേരെ വന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടാണ് കൊളൈഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ വെലോസിറ്റീസ് പരസ്പരം എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ
-0.3 m/s എന്ന് പറയുന്ന വെലോസിറ്റി ബി എന്ന ആള് എക്കും കൊടുക്കും. എയുടെ 0.5 m/s എന്ന് പറയുന്ന വെലോസിറ്റി എ എന്ന ആള് ബിക്ക് കൊടുക്കും. സോ ബി വിൽ ട്രാവൽ വിത്ത് എ വെലോസിറ്റി 0.5 m/s and A will travel with a velocity 0.3 m/s. സോ അങ്ങനെയെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബിയുടെ വെലോസിറ്റിയാണ് ആദ്യം പറയേണ്ടത്. സോ ബി എങ്ങോട്ട് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇടിച്ചിട്ട് അങ്ങോട്ടല്ലേ പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും 0.5 m/s എന്ന് പറയുന്ന വെലോസിറ്റി ആയിരിക്കും ബി ട്രാവൽ ചെയ്യുക. സോ ബി വിൽ ട്രാവൽ വിത്ത് എ വെലോസിറ്റി 0.5 m/s. ദെൻ എ എങ്ങനെ ട്രാവൽ ചെയ്യും? എ ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് തട്ടി ഇങ്ങോട്ടല്ലേ പോവുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടുള്ള വെലോസിറ്റി ആണല്ലോ -0.3 m/s. സോ എ വിൽ ട്രാവൽ വിത്ത് എ വെലോസിറ്റി -0.3 m/s and we have the option 4. So 4 is the answer. ക്ലിയർ ആയി കാണും എന്നാണ് എന്റെ വിശ്വാസം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം എ പോയിന്റ് -2i + 5j to 4j + 3k when a force of 4i + 3j Newton is applied. How much work has been done by the force? അപ്പൊ ഇവിടെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ എല്ലാം ഒരു വെക്ടർ ടേംസിലാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. വർക്ക് കാണുന്ന ഫോർമുല ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് F.S ആണ്. അപ്പൊ നമുക്ക് ഡോട്ട് ആണ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടി ആദ്യം ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടില്ല. ഡിസ്പ്ലേസ്മെന്റ് ഒരു കാർട്ടീഷ്യൻ ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ആദ്യം ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒറ്റ ടേമിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പോയിന്റ്സ് നമുക്കൊന്ന് എഴുതാമോ? അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് -2i + 5j ആയിരുന്നു. ദിസ് ഈസ് ദി ഇനിഷ്യൽ. ആൻഡ് വാട്ട് ഈസ് ദി ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 4j + 3k. സോ സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കാണാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ ചെയ്യാം. So displacement is equal to, what is the final? That is 4j + 3k. Then -2i + 5j. അപ്പൊ സ്വാഭാവികമായിട്ട് എങ്ങനെ വരും? നമ്മൾ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4j + 3k മൈനസ് +2i then മൈനസ് ഇൻറ്റു പ്ലസ് -5j എന്ന് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഐ ടേം ആദ്യം എഴുതാം. അതാണല്ലോ ഒരു രീതി. അപ്പൊ നമുക്ക് ഐ ടേം ആദ്യം. അപ്പൊ 2i plus നമുക്ക് 4j - 5j, ആൻസർ വിൽ ബി -j. സോ -j അവിടെ 3 + 3. സോ ദാറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടി 2i - j + 3k എന്ന് കിട്ടി. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? വർക്ക് ഡൺ കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദി ഫോഴ്സ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 4i + 3j അത്രയും ന്യൂട്ടൺ എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഫോഴ്സ് കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് കിട്ടി. എങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? വർക്ക് ഡൺ കണ്ടുപിടിക്കാം. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു F.S എന്നാണ്. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ 4i + 3j dot what is displacement? 2i - j + 3k. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ്, അത് I × j × k അങ്ങനെ ചെയ്യേണ്ട കാര്യം. കാരണം ഡോട്ട് ചെയ്യുമ്പോൾ എല്ലാം cos θ വരുന്നത് കൊണ്ട് അതെല്ലാം 90 ആണ്. സോ അതെല്ലാം ക്യാൻസൽ ചെയ്യും. അപ്പൊ അവരവരുടെ ടേംസിനെ മാത്രം നമ്മൾ എപ്പോഴും ഡോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ 4iക്ക് ഇപ്പുറത്ത് ഏതെങ്കിലും കോമൺ ടേം ഉണ്ടോ? മീൻസ് i വരുന്ന ഏതെങ്കിലും ആളുണ്ടോ? ഉണ്ട്. 2i കിടപ്പുണ്ട്. അപ്പൊ 4i × 2i 8 എന്ന് വരും. ഓക്കെ, ദെൻ 3j. അപ്പൊ ഇപ്പുറത്ത് ഒരു j ഉണ്ട്. അപ്പൊ 3j × 1 - 1j അല്ലെ? ഇത് വെറും j അല്ലല്ലോ, 1 അവിടെ ഉണ്ടല്ലോ, അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ 3 × -1. വാട്ട് ഈസ് 3 × -1? -3 അല്ലെ? 3 × -1 is -3. ഇനി നമ്മൾ കെയുടെ കേസ് എടുക്കുമ്പോൾ ഇപ്പുറത്ത് കെക്ക് ടേം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 എന്ന് നമുക്ക് കൊടുക്കേണ്ടത്. 0k. അപ്പൊ 0 × 3 is 0. അപ്പൊ ആ k എന്ന് പറയുന്ന ടേം അവിടെ നിന്ന് പോയി കിട്ടി. പിന്നെ ബാലൻസ് എന്താ വന്നത്? 8 - 3. സോ വാട്ട് ഈസ് 8 - 3? ദാറ്റ് ഈസ് 5 ജൂൾ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്. 5 ജൂൾ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് വർക്ക് ഫോഴ്സും ഇത് വർക്ക് ഡൺ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വെക്ടേഴ്സിന്റെ ഒരു രീതി കറക്റ്റ് ആയിട്ട് അറിയുന്ന കുട്ടിക്ക് ഇത് വേഗത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Body A of mass 4m moving with the speed u collides with another body B of mass 2m at rest. The collision is head-on and elastic nature. After the collision, the fraction of energy lost by colliding body A is. ഇപ്പൊ സെയിം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു
കൊളിഷനുമായി ബേസ് ചെയ്താണ്, പക്ഷെ കുറച്ച് ഫോർമാറ്റ് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ചെറിയൊരു രീതി മാറ്റിയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് വരയ്ക്കാം, ഒരു ഫിഗർ വരയ്ക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4m എന്ന് പറഞ്ഞിട്ടൊരു മാസ് ഉണ്ട്. അത് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന വെലോസിറ്റി u ആണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നു അത് 2m എന്ന് പറയുന്ന വെലോസിറ്റി 0 ആയിട്ട് റെസ്റ്റിലിരുന്ന ഒരു ഒബ്ജക്റ്റിൽ പോയിട്ട് ഇടിച്ചു. ഓക്കെ, ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ. പിന്നെ എന്താ, അതിനുശേഷം കൊളിഷന് ശേഷം സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. ചേഞ്ച് ഉണ്ടാവുമ്പോൾ 4m വിൽ ട്രാവൽ വിത്ത് എ വെലോസിറ്റി നമുക്ക് v1 എന്ന് കൊടുക്കാം. ദെൻ 2m വിൽ ട്രാവൽ വിത്ത് എ വെലോസിറ്റി v2 എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്ത് വാട്ട് ഈസ് ദി ഫ്രാക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ എനർജി ലോസ്റ്റ് ബൈ എ. അപ്പൊ എ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന ഒബ്ജക്ട് ദാറ്റ് ഈസ് 4 ആണ്. അപ്പൊ ഇതാണല്ലോ എ എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്ന ഒബ്ജക്ട് ഈ 2m വന്ന് ഇടിച്ചതിന്റെ ഫലമായിട്ട് കുറച്ച് എനർജി അതിന് നഷ്ടമാകും. സോ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ്ഡ് എന്നാണ്. അതിലൊരു കുരുക്കുണ്ട്, നോക്കിക്കോ. കാരണം വെറും എനർജി ലോസ് എന്നല്ല പറഞ്ഞത്, ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ് എന്നാണ്. കുഴപ്പമില്ല, കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 4mന്റെ ഇപ്പോഴത്തെ വെലോസിറ്റി എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് നമ്മുടെ ജോലിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയാലോ, ഒരു പാർട്ടിൽ ഇടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി കാണാൻ നമ്മുടെ കയ്യിൽ ഫോർമുലയുണ്ട്. എന്തായിരുന്നു ആ ഫോർമുല? യെസ്, ദാറ്റ് ഈസ് v1 എന്ന് കൊടുക്കുക അല്ലെ. v1 അതാണ് നമ്മൾ കൊടുത്തത്. v1 is equal to ഫോർമുല നിങ്ങൾക്കാണ് m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u എന്ന് പറയുന്നതാണ് വെലോസിറ്റി. 4m മൈനസ് 2m ബൈ what is m1 plus m2? 4m plus 2m into what was the initial velocity, that is u. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് അവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4m ൽ നിന്ന് 2m പോകുമ്പോൾ എന്ത് കിട്ടും? ആൻസർ വെറും 2m എന്ന് കിട്ടും. സോ 2m into u by 4m plus 2m, that is 6m. സ്വാഭാവികമായിട്ടും m ഉം m ഉം ക്യാൻസൽ ആവും, 2 ഉം 6 ഉം ക്യാൻസൽ ആവും, എന്നിട്ട് ബാലൻസ് 3. സോ ദ ആൻസർ ഈസ് u by 3. സോ ദാറ്റ് ഈസ് ദി ആൻസർ, u by 3. അതാണ് പുതിയ വെലോസിറ്റി. പഴയ വെലോസിറ്റി u, പുതിയ വെലോസിറ്റി u by 3. വെലോസിറ്റി കുറഞ്ഞു. അപ്പൊ ലോസ് ഓഫ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ലോസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ എനർജിയിലെ കൂടുതൽ, അപ്പൊ കൂടുതലിൽ നിന്നും കുറവ് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഫ്രാക്ഷനിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും വലുതിൽ നിന്നും ചെറുത് കുറച്ചതിന് ശേഷം ഡിവൈഡഡ് ബൈ ആ വലിയ വാല്യൂ, വലിയ എനർജി നമ്മൾ കൊടുക്കണം. ദാറ്റ് ഈസ് ഇനിഷ്യൽ എനർജി. സോ ഇക്വേഷൻ എങ്ങനെ വരും നോക്കിയോ. അപ്പൊ ഫ്രാക്ഷണൽ ലോസ് ആണ്. ഫ്രാക്ഷണൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് ലോസ് എന്ന് പറയുന്നത്, കൈനറ്റിക് എനർജി ആദ്യം എത്ര ഉണ്ടായിരുന്നു? ke1 മൈനസ് വാട്ട് ഈസ് ദ ലോസ്, അതായത് പുതിയത് എത്ര? ദാറ്റ് ഈസ് ke2, പുതിയ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ദ ലോസ്ഡ് വൺ. കുറച്ചേ അത് ഉള്ളൂ, അതുകൊണ്ടാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. then divided by the previous one, that is initially എത്ര ഉണ്ടായിരുന്നു. ഇതാണ് ഫ്രാക്ഷൻ. ലോസ് ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഈ ഫ്രാക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇത് കണ്ടു. ഇനി ഫ്രാക്ഷൻ പെർസെന്റേജ് ചോദിച്ചാൽ നിങ്ങൾ ഇതിന് into 100 കൂടി ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹാഫ് m v സ്ക്വയർ അല്ലേ. സോ ഹാഫ് m into what was the final initial velocity, that is u minus half m into, ഒരു കാര്യം വിട്ടുപോയി, m എന്ന് പറയുന്നത് 4m ആണ്. കാരണം നമ്മളത് 4m ആണല്ലോ മാസ്. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 4m into ഇവിടെ വരുമ്പോ 4m into what is the final velocity? ഇപ്പൊ ആ 4m ന്റെ വെലോസിറ്റി v1 ആണ്. v1 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? u by 3. So into u by 3 the whole square ഉണ്ട്, divided by what is the initial? That is half into 4m u square. ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ 2 ഇതും ക്യാൻസൽ ആയി 2 എന്ന് വരും, ഇതും ക്യാൻസൽ ആയി 2 എന്ന് വരും. സോ യു ക്യാൻ റൈറ്റ് ഇതും ക്യാൻസൽ ആയി 2 ആവും. അപ്പോ 2m u square minus 2m u square by what is the 3 square? 9 divided by then 2m u square. സോ ഇവിടെ 9 ക്രോസ് ചെയ്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഞാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. സോ 9 into 2 is 18 m u square minus 2m u square divided by 9. Then ഈ 2m is from മുകളിലേക്ക് കയറും. സോ മുകളിലേക്ക് 2m u square. സോ 8 ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ 9 into 2 എന്ന് പറയുന്നത് 18. അപ്പൊ 18 mu, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം 18 mu square minus 2 mu square 16 mu square by 9 into 2 എന്ന് പറയുന്നത് 18 mu square. അപ്പൊ mu square cancel.
16 18 ക്യാൻസൽ ആയി പോകും. എങ്ങനെ പറഞ്ഞാൽ 8/9. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? സോ വി ഹാവ് ഓപ്ഷൻ 2 ദാറ്റ് ഈസ് 8/9. ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A force F is equal to 20 plus 10y acts on a particle in y direction where F is in Newton and y is in meter. Work done by this force to move the particle from y is equal to 0 to y is equal to 1 meter is. So ഇത് ചെയ്യാനായിട്ട് നമുക്ക് അറിയാവുന്ന ഫോർമുല വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി വൈ. കാരണം ഇവിടെ ഡി വൈ ടേംസിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ലിമിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ? ലിമിറ്റ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 0യും 1ഉമാണ് ലിമിറ്റ്സ് തന്നിരിക്കുന്നത്. ഫോഴ്സ് ഇവിടെ തന്നിരിക്കുന്നത് ഇക്വേഷൻ രൂപത്തിലാണ് 0 to 1. ഫോഴ്സ് എന്താണ് തന്നിരിക്കുന്നത്? ഫോഴ്സ് ഇസ് ഗിവൺ ആസ് 20 plus 10y എന്നാണ് തന്നിരിക്കുന്നത് ഇൻറ്റു ഡി വൈ. ഇന്റഗ്രേഷൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. സോ 20 ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 20y പ്ലസ് 10 ഇൻറ്റു വൈയുടെ ഇന്റഗ്രേഷൻ y സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലെ? ദാറ്റ് ഈസ് x റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 എന്നല്ലേ ഫോർമുല. ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു 0യും 1ഉം. അപ്പൊ എങ്ങനെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് തന്നെ അത് കൊടുക്കണമെന്നില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഇക്വേഷൻ 20 ഇൻറ്റു 1 ഈസ് 20 പ്ലസ് 10 ഇൻറ്റു y സ്ക്വയർ 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ബൈ 2 ഈസ് 1/2. സോ ഇൻറ്റു 1/2. സ്വാഭാവികമായിട്ട് 10ഉം 2ഉം ക്യാൻസൽ ആയിട്ട് അവിടെ 5 ബാലൻസ് വരും. 20 പ്ലസ് 5 ഈസ് 25. അത്രയും ജൂൾ. സോ ദാറ്റ് ഈസ് ദി ആൻസർ 25 ജൂൾ. അങ്ങനെ ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്, തേർഡ് ഓപ്ഷൻ. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider a drop of rainwater having mass 1 gram falling from a height of 1 kilometer. It hits the ground with a speed of 50 meter per second. Take G constant with a value of 10 meter per second square. The work done by the gravitational force and the resistive force of air is. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു റെയിൻ ഡ്രോപ്പ് മുകളിൽ താഴേക്ക് വന്നപ്പോൾ അത് ഒരു 1 കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തത്. അതിന്റെ വെയിറ്റ് വെറും 1 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഗ്രാം ആണ് കിലോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക്. താഴെ വന്ന് വീണപ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. എങ്കിൽ നമ്മുടെ ഗ്രാവിറ്റേഷൻ ചെയ്ത വർക്ക് എത്ര? അവിടെ എയറിന്റെ റെസിസ്റ്റൻസ് ചെയ്ത വർക്ക് എത്ര? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗ്രാവിറ്റി ചെയ്ത വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഗ്രാവിറ്റി ചെയ്ത വർക്ക് കാണാനായിട്ട് നമുക്കറിയാം അവിടെ തന്നിരിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വർക്കിന് ഈക്വൽ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് W is equal to mgh. സോ m അവിടെ തന്നിട്ടുണ്ട് എത്രയാണെന്ന്? ദാറ്റ് ഈസ് 1 ഗ്രാം. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻³ കിലോഗ്രാം. ഓക്കെ, 10⁻³ കിലോഗ്രാം ഇൻറ്റു G ഓൾറെഡി പറഞ്ഞിട്ട് 10 എന്ന് എടുത്താൽ മതി. പിന്നെ ഹൈറ്റ് എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് 1 കിലോമീറ്റർ. അപ്പൊ മീറ്ററിലാക്കുമ്പോൾ 10⁻³ അപ്പൊ സ്വാഭാവികമായിട്ട് 10⁻³ 10⁻³ ക്യാൻസൽ ആകും. ദ റിമൈനിങ് ഈസ് 10. അപ്പൊ 10 ജൂൾ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഏതാ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ എയറിന്റെ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ അല്ലേ? അതല്ലേ വർക്ക് എനർജി തിയറം പറയുന്നത്. സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ പ്ലസ് എയറിന്റെ ഫ്രിക്ഷൻ ചെയ്ത വർക്ക് ഡൺ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആയിരിക്കും. ഗ്രാവിറ്റി ചെയ്ത വർക്ക് ഡൺ ഓൾറെഡി 10 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് ഫ്രിക്ഷൻ ചെയ്ത വർക്ക് ഡൺ, എയറിന്റെ ഫ്രിക്ഷൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് ചെയ്യുന്ന വർക്ക് ഡൺ അത് കണ്ടുപിടിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജിയുടെ എനർജി ചേഞ്ച്, ദാറ്റ് ഈസ് ഹാഫ് m. എത്രയാ? m എന്ന് പറയുന്നത് 10⁻³ ഇൻറ്റു ലാസ്റ്റ് വരുന്ന വെലോസിറ്റി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വെലോസിറ്റി ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 50 ഇൻ ദ ഹോൾ സ്ക്വയർ എന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഹാഫ് ഇൻറ്റു 10⁻³ ഇൻറ്റു 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു 10⁻². ഇനി സ്വാഭാവികമായിട്ടും നമ്മുടെ 25ഉം 2ഉം ക്യാൻസൽ ആയിട്ട് 12.5 എന്ന് വരും. ഇൻറ്റു 10⁻³ നമ്മുടെ 2ഉം കൂടി ക്യാൻസൽ ആയിട്ട് ഇൻറ്റു 10⁻⁻1 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.25 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10 പ്ലസ് വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് കാണുന്നത് മാത്രമല്ല ഇവിടെ ചോദ്യം. അപ്പൊ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് കാണാൻ 1.25 മൈനസ് 10. അപ്പൊ സ്വാഭാവികമായിട്ട് 1ൽ നിന്നും 1.25 പോയാൽ 7.25. അപ്പൊ ഇവിടെ ആൻസർ മൈനസ്. അപ്പൊ മൈനസ് 8.75 ജൂൾ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ 3, ദാറ്റ് ഈസ്
10 joule and minus 8.75 joule. So that is the answer. Clear ആണല്ലോ? So ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയി കാണും വർക്ക് എനർജി പവറിന്റെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതും മോർ ആൻഡ് മോർ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നമുക്ക് കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ചാപ്റ്റേഴ്സ് നോക്കാം. അത് അടുത്ത പാർട്ട് വീഡിയോയിൽ നിങ്ങൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. പരീക്ഷ തീരുന്നത് വരെയും കൂടെ കാണും.